ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPLിലെ ആദ്യ സീസൺ മുതൽ കളിച്ചിട്ടും ഇതുവരെ കപ്പിലേക്ക് കിരീടത്തിലേക്ക് മുത്തമിടാൻ സാധിക്കാത്തൊരു ടീമാണ് RCB എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാ സീസണുകളിലും ഈ സല കപ്പ് നമ്മുടെ എന്ന് പറഞ്ഞിട്ടാണ് അവർ വരാറുള്ളത്. പല സീസണുകളിലും ലോകം കണ്ട ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ പലരും അവരുടെ ടീമിലേക്ക് വന്നു പോയിട്ടുമുണ്ട്. പക്ഷേ പലപ്പോഴും ബൗളിങ്ങിലെ ദൗർബല്യമായിരുന്നു RCBക്ക് വലിയ തോതിൽ തിരിച്ചടിയായിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2025ലെ IPL മെഗാ ഓപ്ഷൻ കഴിഞ്ഞപ്പോഴേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ഡെഫിനറ്റ്ലി ദിസ് സ്ക്വാഡ് ലുക്കിംഗ് വെൽ ബാലൻസ്ഡ്. ബാറ്റിംഗിലും ബൗളിംഗിലും ഒക്കെ മികച്ച താരങ്ങളെ കൊണ്ടുവരാൻ RCBക്ക് സാധിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെയാണ് അവർ ഈ രണ്ട് മത്സരങ്ങളിലും പ്രകടനങ്ങളിലൂടെ കാഴ്ചവെച്ചിട്ടുള്ളതും. വാട്ട് എ ഡോമിനേറ്റിംഗ് ബാറ്റിംഗ് പെർഫോമൻസ്. ഫിൽസാൾട്ടും വിരാട് കോഹ്ലിയും കൂടി നൽകുന്ന ഗംഭീര ഓപ്പണിംഗ് തുടക്കം, അതേപോലെ തന്നെ പിന്നീടെത്തുന്ന വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരുടെയും വിളയാട്ടമാണ് RCB ബാറ്റിംഗ് നിരയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ബൗളിംഗിലും പൊളിച്ചെടുക്കുകയാണെന്ന് RCBയുടെ ബോളർമാർ. ഇപ്പോൾ ഇതാ നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷം CSK അവരുടെ നാട്ടിൽ ചെപ്പോക്കിൽ പോയി RCB തകർത്തിരിക്കുന്നു. അതും 50 റൺസിന്റെ ആധികാരിക വിജയമാണ് RCB സ്വന്തമാക്കിയിരിക്കുന്നതും. രജത് പട്ടിദാറും സംഘവും ചരിത്രം കുറിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഈ ഒരു IPL സീസണിൽ RCB ആരാധകർക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. ഏതായാലും സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ വലിയ ഹൈപ്പൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ രാജസ്ഥാൻ റോയൽസിന്റെ ഈ രണ്ട് മത്സരങ്ങളിലെ പ്രകടനങ്ങൾ കണക്കാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ RCBയും രണ്ട് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞല്ലോ. അവരുടെയും ഇതുവരെയുള്ള പ്രകടനങ്ങൾ ജസ്റ്റ് ഒന്ന് വിലയിരുത്തുന്നു എന്നേ ഉള്ളൂ. ഏതായാലും ക്യാപ്റ്റൻസിൽ രജത് പട്ടിദാർ മികച്ച രീതിയിലാണ് RCB നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം നമ്മൾ എടുത്തു പറയണം. ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ CSKക്കെതിരായിട്ടുള്ള ഈ ഒരു മത്സരത്തിലൊക്കെ ജോഷ് ഹേസൽവുഡൊക്കെ എന്തൊരു കിടിലം ബൗളിംഗ് പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. വാട്ട് എ സ്പെൽ എന്ന് തന്നെ പറയേണ്ടി വരും. അതേപോലെ തന്നെ യാഷ് ദയാലും ലിയാം ലിവിങ്സ്റ്റണും ഒക്കെ ബൗളിംഗിൽ തങ്ങളുടേതായിട്ടുള്ള സംഭാവനകൾ മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞിട്ടുണ്ട്. നിലവിൽ പോയിന്റ് ടേബിളിലേക്ക് വരുമ്പോൾ കളിച്ച രണ്ട് മത്സരങ്ങളും വിജയിച്ചുകൊണ്ട്, അതും ആധികാരിക വിജയങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് RCB ആണ് പോയിന്റ് പട്ടികയുടെ തലപ്പത്ത് നിൽക്കുന്നത്. എല്ലാ ടീമുകളും രണ്ട് വീതം മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി RCB നെറ്റ് റൺ റേറ്റിലും വലിയ ആധിപത്യമാണ് ഈ ഒരു സീസണിൽ രണ്ട് കളികളിലും പുലർത്തിയിട്ടുള്ളത്. ആ ഒരു കാര്യം നമ്മൾ എടുത്തു പറയണം. നമ്മൾ ആലോചിക്കേണ്ടത് കഴിഞ്ഞ സീസണിന്റെ ഒക്കെ തുടക്ക സമയത്ത് എല്ലാ കളികളും തോൽവി അറിഞ്ഞുകൊണ്ട് പോയിന്റ് പട്ടികയുടെ അടിവാരത്ത് കൂപ്പുകുത്തിയിട്ടുള്ള RCB അല്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായി കളിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തന്ത്രങ്ങളുമായി ഇറങ്ങുന്ന ഒരു പുതിയ RCB തന്നെയാണ്. ഏതായാലും ഈ ഒരു പ്രകടനം ഇനിയുള്ള മത്സരങ്ങളിലും RCBക്ക് നടത്തണം. എന്നാൽ മാത്രമേ അവർക്കൊരു മികച്ചൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.